പി ജയചന്ദ്രനെ അനുസ്മരിച്ച് കലാ സാംസ്കാരിക രാഷ്ട്രീയ ലോകം. പ്രമുഖരുടെ പ്രതികരണങ്ങളിലേക്ക്. സഹോദരതുല്യനായിരുന്ന ജയചന്ദ്രന്റെ വിയോഗത്തിൽ അങ്ങേയറ്റം ദുഃഖമുണ്ടെന്ന് ഗാനഗന്ധർവൻ കെ.ജെ. യേശുദാസ്. സംഗീതബന്ധത്തിൽ ഒരു സഹോദരസ്ഥാനം ജയചന്ദ്രൻ നേടിയിരുന്നുവെന്നും അത് വേർപെട്ടപ്പോൾ ഉണ്ടായ വിഷമം പറഞ്ഞറിയിക്കാൻ കഴിയുന്നില്ലെന്നും കെ.ജെ. യേശുദാസ് അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. വ്യക്തിപരമായ നഷ്ടമാണുണ്ടായതെന്നും സഹോദരതുല്യമായ ബന്ധമായിരുന്നു ജയചന്ദ്രനുമായി ഉണ്ടായിരുന്നതെന്നും ശ്രീകുമാരൻ തമ്പി അനുസ്മരിച്ചു. വലിയ നഷ്ടമാണ് എനിക്ക്. എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ടും ചലച്ചിത്രത്തിലുള്ള ബന്ധമല്ല, ഞങ്ങൾ തമ്മിലുള്ള ബന്ധം വളരെ അഗാധമാണ്. രണ്ട് സഹോദരന്മാർ തമ്മിലുള്ള ബന്ധമാണ്. പരിചയപ്പെട്ട കാലം മുതൽ 66 മുതൽ 58 കൊല്ലത്തെ സാഹോദര്യമാണ്. സംഗീത ലോകത്തിലെ ഏകാന്ത പഥികനായിരുന്നു പി ജയചന്ദ്രനെന്ന് എം കെ സാനു പറഞ്ഞു. അദ്ദേഹം ഒരു ഗാനത്തിൽ പറയുന്നത് പോലെ ഏകാന്ത പഥികൻ. അദ്ദേഹം സംഗീത ലോകത്തിൽ ഏകാന്ത പഥികനായിരുന്നു. ജയചന്ദ്രന്റെ ശബ്ദത്തിന് മരണമില്ലെന്ന കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി. അദ്ദേഹത്തിന് മരണമില്ല. അദ്ദേഹം നമ്മുടെ സ്വന്തം ജയേട്ടനാണ്. എൻ്റെ ഏട്ടനെ പോലെ ഞാൻ സ്നേഹിക്കുന്ന ആളാണ്. ജയചന്ദ്രന് പകരം മറ്റൊരാളുണ്ടാകുമെന്ന് തോന്നുന്നില്ലെന്ന ഔസേപ്പച്ചനും ഒരു വസന്തകാലമില്ലാതായതിൽ വലിയ വേദനയെന്ന് സംവിധായകൻ കമലും പറഞ്ഞു. ഗായകൻ എന്ന നിലയിലും സുഹൃത്തെന്ന നിലയിലും അതീവ ദുഃഖമുണ്ടെന്ന് ടി.ആർ. അജയൻ. ഗായകൻ എന്നുള്ള നിലയിലും സുഹൃത്ത് എന്നുള്ള നിലയിലും അദ്ദേഹത്തിൻ്റെ വേർപാട് വാസ്തവത്തിൽ എനിക്ക് വളരെ ദുഃഖമുണ്ടാക്കുന്ന ഒന്നാണ്. മലയാള ചലച്ചിത്ര ലളിതഗാന രംഗത്ത് ഒരിക്കലും വിസ്മരിക്കാനാവാത്ത സംഭാവനകൾ നൽകിയ ഒരു ഗായകനായിരുന്നു അദ്ദേഹം. നഷ്ടമായത് ഭാവഗായകനെയെന്ന് എം വി ഗോവിന്ദൻ മാസ്റ്റർ അനുസ്മരിച്ചു. കേരളത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഗായകനായി ഭാവഗായകൻ എന്ന രീതിയിൽ പേര് നേടിയിട്ടുള്ള പ്രശസ്തനായിട്ടുള്ള പിന്നണി ഗായകനാണ്, സംവിധായകനാണ് നമുക്ക് യഥാർത്ഥത്തിൽ നഷ്ടമായിട്ടുള്ളത്. ഒരു തലമുറയുടെ ഘട്ടമാണ് അവസാനിക്കുന്നതെന്ന് മന്ത്രി കെ രാജൻ. മലയാളത്തിൽ മാത്രമല്ല 6ഓളം ഭാഷകളിൽ പാടുകയും അത് അതിഗംഭീരമായി മലയാളിയുടെയും ലോകത്തിൻ്റെയും മുമ്പിലെത്തിക്കുകയും ചെയ്തൊരു ഭാവഗായകന് കേരളം യാത്ര പറയുമ്പോൾ ഒരു തലമുറയുടെ പ്രത്യേകമായൊരു ഘട്ടം അവസാനിക്കുകയാണ്. മലയാളത്തിന്റെ മധുചന്ദ്രിക മാഞ്ഞുപോയെന്ന് മന്ത്രി ആർ ബിന്ദു. മലയാളത്തിന്റെ മധുചന്ദ്രികയാണ് മാഞ്ഞുപോയത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഇരിങ്ങാലക്കുടക്കാരെ സംബന്ധിച്ചിടത്തോളം ആ നാടിൻ്റെ ഏറ്റവും വലിയ അഭിമാന ഭാജനങ്ങളിൽ ഒന്നാണ് നഷ്ടപ്പെട്ടു പോയത്. മലയാള ഗാനശാഖയെ സമ്പന്നമാക്കിയ ജയചന്ദ്രന്റെ വിയോഗം നികത്താനാവാത്ത നഷ്ടമെന്ന വി.എം. സുധീരനും ജയചന്ദ്രന് പകരം മറ്റൊരു ജയചന്ദ്രനില്ലെന്ന മന്ത്രി എ.കെ. ശശീന്ദ്രനും അങ്ങേയറ്റം വേദനാജനകമായ വേർപാടെന്ന് വി.എസ്. സുനിൽകുമാറും പറഞ്ഞു. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്.